കോൺഗ്രസിലെ AICCയുടെ ഒരു അംഗമാണ് EM അഗസ്തി. മാത്രമല്ല UDFന് മേൽക്കൈ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന ആ ഇടുക്കി മേഖലയിലെ കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റുമായിരുന്നു EM അഗസ്തി. അദ്ദേഹം KPCC നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആദ്യം എന്തിനാണ് അദ്ദേഹം ഈ BJPയുടെ സമരപന്തലിൽ പോകുന്നത്? BJP ശബരിമല വിഷയത്തിൽ ഇപ്പോൾ ഈ നിരാഹാര സമരം കിടക്കുന്ന സമരപന്തലിൽ EM അഗസ്തി ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം അദ്ദേഹം പോയി 15 മിനിറ്റോളം ആ സമരപന്തലിൽ ഇരുന്ന് എന്തിനാണ് കോൺഗ്രസിനെ ഇങ്ങനെ പഴികേൽപ്പിക്കുന്നത്? തീർച്ചയായിട്ടും മറ്റേതെങ്കിലും പാർട്ടിയാണെങ്കിൽ ഒരുപക്ഷെ EM അഗസ്തിക്കെതിരെ ഇതിനോടകം തന്നെ നടപടി ഉണ്ടായേനെ. എന്തിനാണ് ഇപ്പോൾ ഈ കേരളത്തിലെ രാഷ്ട്രീയം കലങ്ങി മറിയുന്നതൊക്കെയുള്ള ദുഷ്പ്രചരണം ശക്തമായിരിക്കുന്ന സമയത്ത് ഈ അഗസ്തിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നിലപാട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു നടപടി ഉണ്ടായത് ശരിയാണോ എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് പറയേണ്ടത്. ഏതായാലും EM അഗസ്തി ഇതേക്കുറിച്ച് ഇതുവരെ വേണ്ടിയിട്ടില്ല. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കുന്നുമില്ല. ഒരുപക്ഷെ ഇനിയിപ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ EM അഗസ്തി NDA സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കും, ഇടുക്കിയിൽ മത്സരിക്കും എന്നുള്ള പ്രചരണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള അനാവശ്യ ചർച്ചകൾക്കൊക്കെ വഴിമരുന്ന് ഇട്ട് കൊടുക്കുന്നത് പ്രിയപ്പെട്ട EM അഗസ്തി? പ്രത്യേകിച്ചും നിങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിനാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻകൈ ഉണ്ടാകും എന്നൊക്കെ പരക്കെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് നിങ്ങൾ അതിനൊക്കെ ആ ജനപിന്തുണ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ബോധമുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ വിരുദ്ധമായ അഭിപ്രായങ്ങൾ ജനിപ്പിക്കാൻ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വഴിമരുന്നിടാൻ താങ്കളെപ്പോലുള്ളവർ ശ്രമിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.